കൃപയൊഴുകുന്ന സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക്, കൃപയുടെ വഴികളിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. തിരക്കേറിയ ബിസിനസ് ജീവിതത്തിനിടയിലും ദൈവത്തെ മറക്കാതെ ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഇന്നത്തെ കൃപയുടെ വഴികളിൽ നാം പരിചയപ്പെടുന്നത്. പാദസംരക്ഷണത്തിൽ മലയാളിയുടെ മനസ്സറിഞ്ഞ ലൂണാർ കമ്പനിയുടെ ഡയറക്ടർ ജൂബി ഐസക്കും ഭാര്യ ടീനയുമാണ് ഇന്ന് നമ്മോട് മനസ്സ് തുറക്കുന്നത്. രണ്ടുപേർക്കും കൃപയുടെ വഴികളിലേക്ക് സ്വാഗതം. ജൂബി ചേട്ടനും ടീന ചേച്ചിക്കും ഒരിക്കൽ കൂടി കൃപയുടെ വഴികളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതൊന്ന് പങ്കുവെക്കാവോ? 4 പെൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. അവരെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന അന്നക്കുട്ടി, മറിയക്കുട്ടി, റോസാക്കുട്ടി, ഠസാക്കുട്ടി. അവർ മൂത്ത ആൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ അടുത്ത വർഷം 1-ൽ, മൂന്നാമത്തെ ആളെ ഈ വർഷം ചേർക്കും, 4ാമത്തെ ആൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞാൻ ബിസിനസ് ഫുൾ ടൈം ഇൻവോൾവാണ്. ടീന ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ്. വീട്ടിൽ ഇരുന്ന് ഫാഷൻ ഡിസൈനിങ് പ്ലസ് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി യുഗത്തിൽ ചേട്ടൻ്റെ ഇത്രയും തിരക്കേറിയ ഒരു ബിസിനസ് ജീവിതത്തിനിടയിൽ ഇത്രയും വലിയൊരു ഫാമിലി വേണമെന്ന് തീരുമാനിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? മക്കൾ ദൈവത്തിൻ്റെ ദാനമാണല്ലോ. മക്കൾ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ മക്കളെ എല്ലാവർക്കും ഇഷ്ടം, പക്ഷേ മക്കളുടെ എണ്ണത്തിൽ വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ മക്കൾ എത്ര മക്കൾ കൂടിയാലും പലരുടെയും ധാരണ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടോ, ഞങ്ങൾക്ക് അവരെ നോക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ മക്കളുടെ എണ്ണം കൂടുതലുകൊണ്ട് ഒരു ഫാമിലിയും തകർന്നു പോയിട്ടില്ല. ആർക്കും സാമ്പത്തികമായ നഷ്ടം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ മക്കൾ എന്തോരം ഉണ്ടോ അത്രയും നമുക്കൊരു സമ്പത്താണത്. ബിഗ് ഫാമിലിയെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താ? വീട്ടിലെ ആൾ എത്രയോ ഉണ്ടോ അത്രയും സന്തോഷമല്ലേ. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു വീട്ടിൽ 1-2 മക്കളുള്ളപ്പം 2 ആളും ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അടുത്ത് ആരും തന്നെ ഇല്ല. ഏതെങ്കിലും ഹോം നേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നിർത്തി, അതാണ് അവരുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ കാലത്തിൽ. ഇപ്പം മക്കൾ നമുക്ക് എണ്ണം കൂടുതലുണ്ടെങ്കിൽ ദൈവകൃപയാൽ എന്തായാലും ഒരാളെ വിടുമ്പം അടുത്ത ആൾ നമ്മുടെ കൂട്ടത്തിൽ എന്തായാലും ഉണ്ടാവും. അതുപോലെ അവരുടെ തലമുറ വരുമ്പോഴും നമുക്ക് നമ്മളുടേതായ എത്രയോ ആൾക്കാരാണ് നമുക്കുണ്ടാവുന്നത്. അപ്പം അത് വലിയ കുടുംബം ഉള്ളതുകൊണ്ടാണല്ലോ അതൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, ആൺകുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ഈ 4ാമത്തെ കൊച്ചായത്? അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആൺകുട്ടികളെ തേടിപ്പോയി കിട്ടുകയല്ലത്. പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ള വ്യത്യാസം ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആൺകുട്ടികളാണ് ദൈവത്തിൻ്റെ ദാനം എന്നെങ്ങും പറഞ്ഞിട്ടില്ല. അപ്പം മക്കളാണ് ദൈവത്തിൻ്റെ ദാനം. അത് ആണാകാം പെണ്ണാവാം. അപ്പം ദാനമാണ്, മക്കൾ ദാനമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളുടെ നന്മ ചെയ്ത് ദൈവം നമുക്ക് എന്ത് വെച്ചെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് നമ്മളത് നമ്മളുടെ മനസ്സിൽ സ്വീകരിക്കാതെ വരുമ്പോഴാണ് ഇതിനെതിരെ നമ്മൾ ക്വസ്റ്റ്യൻ തോന്നുന്നത്. അതല്ലാതെ ഇതാണ് ദൈവഹിതമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പം അത് സ്വീകരിക്കുമ്പോൾ അതിൽ യാതൊരു കുഴപ്പമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് വരുന്ന ഓരോ മക്കളിൽ മറ്റുള്ളവരെക്കാൾ എത്രയോ വ്യത്യാസമാണ്. അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ അവരുടെ സ്വഭാവം, അവരുടെ രീതി, അവർ നമ്മളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് ഓരോ കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അത് കൂടുതലും ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞാണ് 3ാമത്തെ കഴിഞ്ഞ് 4 പറയും, നിങ്ങൾ ഒത്തിരി അവിടെ നേർച്ച ചെയ്യണം, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകണം, ഒരു ആൺകുട്ടി ഇല്ലാതെ ബിസിനസ്സാണ്, തലമുറ ഇല്ലാണ്ട് വരും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇതുവരേക്കും ദൈവത്തോട് കർത്താവേ നിൻ്റെ ഹിതം എന്താണോ അത് ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. അല്ലാതെ ആൺകുട്ടി വേണമെന്ന് ഇന്നേ വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവ് എന്ത് തരുന്നോ അത് ഹിതം പോലെ ഞങ്ങളത് സ്വീകരിക്കുക ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയൊരു പെൺകുട്ടി കിട്ടിയാലും സന്തോഷം. ചേച്ചി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അപ്പം ഈ
പ്രൊഫഷനും മക്കളെ ഒരുപോലെ ചേച്ചിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ സ്വന്തം അമ്മ അവരെ വളർത്തുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നോക്കിയാൽ എത്ര പേരെയും നമുക്ക് സാലറി കൊടുത്ത് വീട്ടിൽ നിർത്താം എന്നോർത്ത് ഒരമ്മ കൊടുക്കേണ്ടതൊന്നും മക്കൾക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ വൈസ് പോയാൽ എൻ്റെ മക്കളുടെ കാര്യം അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കാര്യം അത് ബാധിക്കും. അതുകൊണ്ട് ശരിക്കും നല്ല ഓഫറും നല്ല ഇതുമുണ്ട് ചെയ്യുവാണെങ്കിൽ. പക്ഷേ എനിക്ക് സന്തോഷത്തോടെ അത് മാറ്റുകയാണ്. പിന്നെ എനിക്ക് ഇവരുടെ എല്ലാ തിരക്കുകളും ചിലപ്പോൾ ഇവരെല്ലാം ഉറങ്ങി എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 12 മണിക്ക് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ചെയ്യുന്ന പണികളെ ഞാൻ ചെയ്യുന്നുള്ളൂ, അല്ല ഇവരുടെ ഒരു കാര്യത്തെയും ബാധിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല. എല്ലാവരും ഉറക്കി അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. 2 കുട്ടികളൊക്കെ ആകുമ്പം കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യാനും നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ പറ്റും. കൂടുതൽ കുട്ടികളാവും തോറും നമുക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും അവരെ കൂടുതൽ കെയർ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്? ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും മക്കളോട് ആദ്യമേ കർത്താവിന് കൊടുത്തിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ അവരോട് എല്ലാ കാര്യവും നമ്മൾ തുറന്നു പറയാണ്, മോളെ ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, മോൾക്ക് വിഷമം തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ആളുടെ കാര്യം നമ്മൾ സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നോളും, കാരണം അവൾക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഓരോരുത്തരുടെ കാര്യവും അവരോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവരെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചിലപ്പം നിസ്സാര കാര്യം നമ്മൾ ഒരാളെ കൂടുതൽ കെട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ ഒരാളോട് കൂടുതൽ അങ്ങ് നോക്കി, ഇതൊക്കെ മതി അവർക്ക് സങ്കടം തോന്നാൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പറയും മോളെ ഇതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കുഞ്ഞു കുട്ടികളല്ലേ, അപ്പം വലിയ കുട്ടികൾ പറയാം അവൾ കൊച്ചല്ലേ, അവളെ അമ്മ കൂടുതൽ ശ്രദ്ധിക്കേണ്ടേ. അന്ന് വലിയ കുട്ടികൾക്ക് ഇപ്പം മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കൂടുതൽ നമ്മൾ അങ്ങനെ കുറവ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ കുറവൊന്നും വരുത്തൊന്നുമില്ല. നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. 2-നുള്ളത് കൊടുക്കുന്ന 4-ന് വരുമ്പോൾ 4-ന് കൊടുക്കാനുള്ള ഒരു സ്നേഹം നമ്മളെ കൊണ്ടത് സാധിക്കും. അവരെ ഒരിക്കലും ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെങ്ങനെ ഈ 4 മക്കളെ. അപ്പം സ്കൂളിൽ നിന്ന് ഒരു പേരൻറ്റ് ചോദിച്ചതാ, മോൾ ഒരിക്കലും പറയുന്നില്ല അമ്മ അവളുടെ എല്ലാ കാര്യത്തിലുണ്ട്, അപ്പ അവളുടെ എല്ലാ കാര്യത്തിലുണ്ട്, നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്കൊരു കുറവും തോന്നില്ല, നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പം യൂച്ചൻ ബിസിനസ്സിലാണെങ്കിലും യൂച്ചൻ്റെ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ട് വലിയ വലിയ യാത്രകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ യൂച്ചൻ അതൊന്നും സ്വീകരിക്കാറില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോകുന്ന അല്ലെങ്കിൽ പുറത്ത് ടൂർ പോകുന്നതും പുറത്ത് പോകുന്നതിനേക്കാളൊക്കെ സന്തോഷം മക്കളോടൊപ്പം വീട്ടിൽ കളിക്കുന്നതാണ്. ഞങ്ങൾ വീട്ടിലെപ്പോഴും ഇവരായിട്ട് കളിക്കാറുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഞങ്ങളൊരു ഫ്രണ്ടിനെ പോലെയാണ്. ഇപ്പോൾ ആണെങ്കിൽ കൂടെയും ഞങ്ങൾ രണ്ടുപേരും മക്കളോട് നന്നായി കളിക്കും, അവർ ഞങ്ങളോട് കൂടെ കളിക്കും, അന്താക്ഷരി ഞങ്ങളങ്ങനെ കളിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അപ്പ തിരക്കാണ് അമ്മയില്ല അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ മുഴുവൻ സമയം അവർക്ക് വേണ്ടി തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് മാതാപിതാക്കൾക്കാണെങ്കിലും 2 പേരുള്ള 2 പേരെ സ്നേഹം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ 4 പേരുള്ളപ്പോൾ 4 പേരെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഓഫീസിൽ രാവിലെ പോകുമ്പോഴോ വൈകിട്ട് വരുമ്പോഴൊക്കെ നമ്മുടെ ഷർട്ട് എടുത്ത് തരാനും പാൻറ് എടുത്ത് തരാനും ഷൂ എടുത്ത് തരാനും ബാഗ് എടുത്ത് തരാനൊക്കെ ഓരോരുത്തരും ഉണ്ട്. അവർക്ക് ഓരോ പണിയുണ്ട്, അവരത് ചെയ്യും. അവർ ചെയ്യുന്ന അവർ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നു. അത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഷൂ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പിള്ളേരാണ്. ഇവരിങ്ങനെ വട്ടത്തിൽ നിന്നുകൊണ്ടാണ് പോകണേ. മുമ്പിൽ ഒരാൾ ബാഗ് പിടിച്ചുകൊണ്ട് പോകുന്നു, ഒരാൾ അപ്പയ്ക്ക് കഴിക്കാൻ പ്ലേറ്റ് എടുത്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലെ ശരിക്കും അത് എന്തൊരു സന്തോഷമുള്ള കാര്യമാണെന്നറിയാമോ. പിന്നെ ഒരു ക്ലബ്ബിലൊക്കെ പോവുകയാണെങ്കിലും ഡാൻസിനൊക്കെ പിള്ളേരെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് കയറുന്നത്. പിള്ളേരെല്ലാം ഞങ്ങളോട് കാണും. ഞങ്ങൾ ടീമായിട്ട് ഡാൻസ് അങ്ങനെ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പഴയ തറവാടുകളൊക്കെ നോക്കുമ്പം ഒരുപാട് മക്കളുള്ളതുകൊണ്ട് അവർക്ക് ഈ ഭൂസ്വത്തൊക്കെ വിഭജിച്ച് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ക്ഷയിച്ചു പോയ ഒരുപാട് തറവാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആകുലതകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പലരും ന്യൂക്ലിയർ ഫാമിലിനെ ഓപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആകുലത ഉണ്ടായിട്ടുണ്ടോ? അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മക്കളുള്ളത് കൊണ്ടും ഭൂസ്വത്ത് വിഭജിച്ച് പോയതുകൊണ്ടും ഇല്ലാതായ ഫാമിലി ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എത്രയോ മക്കളുണ്ട്, മക്കൾ കൂടുതലുള്ള ഫാമിലി ഡെവലപ്പ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.
ഞാൻ പണ്ട് ഭൂമി കൃഷി മാത്രമുള്ളായിരുന്നു. അപ്പം ഇപ്പോൾ ജോലിയായി ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുടുംബം പോകാൻ കഴിയുമോ എന്നുള്ള പേടിയാണ് പലർക്കും ഉള്ളത്. അതും തെറ്റാണ്. കാരണം ആ കുടുംബം മക്കളുണ്ടായാൽ അത് ദൈവം നോക്കിയോളും. അതിനുള്ള വഴി അന്നേരം വരും. സാമ്പത്തിക അന്നേരം തന്നെ എത്തും. പിന്നെ സമ്പത്ത് ഈ ക്ഷയിച്ചു പോയ കാര്യം പറയുകയാണെങ്കിൽ, ഈ ക്ഷയിച്ചു പോയവരുടെ ഒരു ഇത് അവരത് പ്രൊഡക്റ്റീവായിട്ട് നോക്കിയില്ല, അവരെ നശിപ്പിച്ചു. സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്, അതുപോലെ മക്കളും ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ഒരു ദാനം ദൈവം തരുമ്പോൾ മറ്റു ദാനം ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ നമ്മുടെ എല്ലാ മേഖലയും ദൈവത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു മേഖലയിലും ഒരു തകർച്ച ഉണ്ടാവുന്നില്ല. മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മളായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴാണ് അതിൽ തകർച്ചകൾ വരുന്നത്. എനിക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പം കർത്താവ് ഇത് ഞാൻ എങ്ങനെ പരിഹരിക്കുമെന്ന് ദൈവത്തോട് ചോദിക്കുക. അല്ലാതെ ഞാൻ ഇങ്ങനെ പരിഹരിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാവുള്ളൂ എന്നുള്ള എൻ്റെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ ആ തീരുമാനമാണ് തെറ്റിപ്പോകുന്നത്. കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അതൊരിക്കലും ഒരു മോശമായിട്ട് വരത്തില്ല. മക്കളും സമ്പത്തും ദൈവത്തിൻ്റെ ദാനമാണെന്ന് സൂചിപ്പിച്ചല്ലോ. കൂടുതൽ മക്കളുണ്ടാകുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ദൈവകൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കാവോ? വീട് പണിയാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. വീട് പണി തീർന്നപ്പോൾ ഞങ്ങൾക്ക് 4 മക്കളായി. അപ്പം 4ാമത്തെ ആളെ ഞാൻ വീട് വെഞ്ചിരിച്ച് 10ാം ദിവസമാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഈ 4 പെൺകുട്ടികളായിട്ടാണ് ഞങ്ങൾ ആ പുതിയ വീട്ടിൽ ഞങ്ങൾ താമസിച്ച് തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ പണിയാൻ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു വീടൊന്നും അല്ല ഞങ്ങൾ പണിത് തീർത്ത് വന്നപ്പോൾ. അപ്പോൾ ദൈവം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും എത്രയോ നിസ്സാരമായിട്ടാണ് ദൈവം ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ മാറ്റുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കും അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യും കർത്താവെന്ന് ചോദിച്ചു കഴിയുമ്പം നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നു ഞങ്ങൾ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ ബുദ്ധിയിൽ അതൊരു തീരുമാനം എടുക്കാറില്ല. ഞങ്ങൾ അപ്പോൾ തന്നെ കർത്താവിനത് വിട്ടുകൊടുക്കാറേ ഉള്ളൂ. ഇന്ന പ്രശ്നമുണ്ടല്ലോ കർത്താവെ, ഞങ്ങളിത് എന്ത് ചെയ്യും, ഒരു വഴി നീയായിട്ട് ഒരുക്കിത്താ എന്ന് പറഞ്ഞ് ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് മനസ്സറിഞ്ഞ് ദൈവത്തിന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ കറക്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളുടെ മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ബ്ലോക്കായിട്ട് തോന്നുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം തന്നെ ദൈവം അതിന് ഉത്തരം തരുന്നുണ്ട്. അതിപ്പോൾ നമ്മളുടെ ബുദ്ധിയിൽ തീർക്കുന്ന പോലെയല്ല തമ്പുരാൻ നമുക്ക് തരുമ്പോൾ. നമ്മൾ തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കുറ്റങ്ങൾ അല്ലെ കുറവുകൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും കുറ്റമില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ അതങ്ങനെ അല്ലാതെ ശരിയായില്ല എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം ഞങ്ങളിവിടെ വന്ന് ഇരിക്കുന്നത് പോലും മക്കളുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ അത് മറ്റുള്ളവർ അറിയുന്നതല്ല, ഇപ്പം ഞങ്ങളെ അറിയുന്നത് മക്കളുള്ളത് കൊണ്ടാണല്ലോ. ഞങ്ങൾ പുറത്ത് പോകുമ്പം സാധാരണ ഞാൻ ഈ 4 പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഞങ്ങളെക്കാൾ സന്തോഷം ഇത് കാണുന്നവർക്കാണ്. അത് കാണുന്നവരും ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഞങ്ങൾക്ക് 2 പിള്ളേരായിട്ട് പോകുന്നതിൽ കൂടുതൽ പരിഗണന അല്ലെങ്കിൽ ഒരു ചെല്ലുന്നിടത്തൊരു മഹത്വം ഈ 4 പേരുമായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇച്ചിരി പ്രായമുള്ള അമ്മച്ചിമാരോ അപ്പം പച്ചായമാരൊക്കെ നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ. അവർ നമ്മളെ അറിയത്ത് പോലും ഇല്ലെങ്കിലും അവർ അടുത്ത് വന്ന് കുറച്ച് നേരം നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് മോളെ എന്ത് കാര്യമായിട്ടാണെന്നറിയാം നമ്മളെ അങ്ങ് സ്വീകരിക്കുന്നതെന്നറിയാം. അപ്പോൾ അംഗീകാരത്തിനും ഇതൊക്കെ വേണ്ടിയാണല്ലോ ഇപ്പോഴത്തെ ലോകം ഓടുന്നത്. ഏറ്റവും വലിയ അംഗീകാരമാണ് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും മക്കളുണ്ടായിരിക്കുക എന്നുള്ളത്. തിരക്കുകൾക്കൊക്കെ ഇടയിൽ കുടുംബജീവിതവും ആത്മീയ ജീവിതവും ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ചേച്ചി സൂചിപ്പിച്ചായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകുന്നത്? ഞങ്ങളുടെ ബിസിനസ് 1976 പപ്പയായിട്ട് തുടങ്ങിയതാണ്. പപ്പ എൻജിനീയറിംഗ് ബിരുദം കഴിഞ്ഞ് വന്ന് തൊടുപുഴയിൽ റബ്ബറാധിഷ്ഠിതമായിട്ടൊരു വ്യവസായം തുടങ്ങി. അതാണിപ്പോൾ വളർന്ന് ഞങ്ങൾക്ക് തൊടുപുഴ, കോയമ്പത്തൂർ, മൈസൂർ, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനയും സ്നേഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വളർന്നു പോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്.
ഈ പപ്പ തുടങ്ങിയ കാലത്ത് തുടങ്ങിയ പല ബിസിനസ്സുകളും ഇപ്പോൾ ഇല്ല, പലതും പൂട്ടിപ്പോയി, പലതും നശിച്ചു പോയി. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുണ, ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് സമ്പത്ത് നമുക്ക് വരുന്നത് നമുക്ക് മാത്രം അനുഭവിക്കാനല്ല എന്ന് ഞങ്ങൾക്കെല്ലാം, ഈ പപ്പായും ഞങ്ങൾ അനിയനും ഞങ്ങൾക്കെല്ലാം അറിയാതെ ഞങ്ങൾ ഈ സമ്പത്ത് നമ്മുടെ കൂടെയുള്ള എല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള അർഹതപ്പെട്ടവർക്ക് പങ്കുവച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ദശാംശം അത്യാവശ്യം കറക്റ്റായിട്ട് കൊടുക്കുന്നുള്ളത് മാത്രമല്ല, സഹായം ചോദിച്ച് ആര് വന്നാലും നമ്മളതിൻ്റെ ഒരു നിജസ്ഥിതി നോക്കിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഈ പിള്ളേരുടെ കാര്യം ചെയ്യുന്ന അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഇപ്പോൾ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ പിള്ളേരെ ഒരുക്കുന്നതും പിള്ളേർക്ക് ബാഗ് എടുത്ത് വെക്കുന്നതൊക്കെ ഞാൻ ഉള്ളപ്പോൾ ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിള്ളേർ വൈകിട്ട് വന്നിട്ടാണെങ്കിലും പിള്ളേരെ ചിലപ്പോൾ കുളിപ്പിക്കാനും ഒക്കെ ഞാൻ തന്നെ കൂടാറുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടൊരു കൂട്ടായ്മയിൽ ഫാമിലിയായിട്ട് തന്നെ ഫുൾ ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. വൈകിട്ട് കുരിശ് വരയ്ക്കുന്ന ആളിലും എല്ലാവരും കൂട്ടിയെടുത്ത് കുരിശ് വരപ്പിക്കാനും പ്രാർത്ഥിക്കാനും പിള്ളേരെ ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവർക്കും അത് ഇഷ്ടമാണ്. രാവിലെ പള്ളിയിൽ പോകുന്ന ആളിലും കൊച്ചുള്ളതുകൊണ്ട് എന്നും പിള്ളേരെ പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരും പോകുമ്പം രാവിലെ എല്ലാ പിള്ളേരെയും കൂട്ടി രാവിലെ പള്ളിയിൽ പോകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വീട്ടിലെ ശരിക്കും കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഈ പുറത്ത് പോവുക അല്ലെങ്കിൽ ചെറിയ ഒത്തിരി സന്തോഷങ്ങൾ ഞങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. മാറ്റി വെച്ചാൽ പിള്ളേർക്ക് വേണ്ടി ഇപ്പം ജോയിച്ചിനാണെങ്കിലും ഇപ്പം എവിടെയെങ്കിലും കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ ഡിന്നറൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉള്ളല്ലോ എന്നോർത്ത് പുള്ളി ഡിന്നറൊന്നും കഴിക്കില്ല, തിരിച്ചിങ്ങി പോരത്തേ ഉള്ളൂ. അപ്പോൾ കഴിവതും ലേറ്റ് ആവാതെ 10 മണി അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂല്ലോ എന്നോർത്ത് ഒരുപാട് അങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര പോയിട്ട് ഏകദേശം 9 വർഷത്തോളമായി. അത്രയും നാളായി ഞങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും ഒരു നല്ല യാത്ര പോയിട്ടോ അങ്ങനെ ഞങ്ങൾ മാക്സിമം ഈ തൊടുപുഴയിൽ നിന്ന് എറണാകുളം വരെ അത്രേ ഉള്ളൂ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ലോകമെന്ന് പറയുന്നത്. അതുപോലെ ഞാനാണെങ്കിലും വീട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു 8 മാസം കൂടിയൊക്കെ ആയിരിക്കും ഒന്ന് പുറത്തൊരു ഔട്ടിങ് അല്ലെങ്കിൽ ഇവിടുന്ന് എറണാകുളം വരെ പോകാൻ പറ്റുന്ന സമയങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മുഴുവൻ സമയവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. പക്ഷെ അതിൽ ഞങ്ങൾക്ക് വളരെ ഒരു പരാതി ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞങ്ങളുടെ സമയം പോകുന്നുണ്ടല്ലോ എന്നോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല. കാരണം പിള്ളേർ നമ്മുടെ കൂടെ ഇരിക്കുമ്പം അവർ നമ്മളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ജോയിച്ചിൻ്റെ എന്തെങ്കിലും കാര്യമാണെങ്കിലും എൻ്റെ എന്തെങ്കിലും കാര്യമാണെങ്കിലും ഞങ്ങൾ പരസ്പരം അത് എൻ്റെത് നിൻ്റെ അങ്ങനെ ഒരു തിരിവ് ഞങ്ങൾക്കില്ല. ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത ആൾ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ഇത് എൻ്റെ പണിയാണ് അല്ലെ ഇങ്ങനെ മക്കൾ നോക്കേണ്ടതാണ് അല്ലെ. അപ്പം അപ്പൻ എന്നുള്ള സ്ഥാനത്ത് വളരെ നല്ല രീതിയിൽ യോജന റോള് ചെയ്യുന്നുണ്ട്. അതുപോലെ ഭാര്യയ്ക്കാണേലും വേണ്ടിയിരുന്ന അംഗീകാരവും പ്രോത്സാഹനവും നല്ല രീതിയിൽ തരുന്നുണ്ട്. മക്കൾ നമ്മളുടെ ഒന്നാണല്ലേ, നമ്മൾ ഒന്നിച്ചാണ് അവരെ വളർത്തുന്നതെന്നുള്ളത് കൊണ്ട് ഈ മക്കളെ വളർത്തുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. എല്ലാവരും ചോദിക്കും നിങ്ങളെങ്ങനെ ഈ 4 പേരെ വളർത്തുന്നത് ഇങ്ങനെ. ശരിക്കും ഞങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നാറേ ഇല്ല. അതൊരു ബുദ്ധിമുട്ടല്ല ശരിക്കും, അത് ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇപ്പം വലിയ പുറത്തൊക്കെ പോകുന്നതിലും ഞങ്ങൾ ഈ വൈകുന്നേരം പിള്ളേരായിട്ട് ഷട്ടിൽ കളിക്കുന്നതോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്ന് എന്തെങ്കിലും കളിക്കുന്നതോ അതിലൊക്കെ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അത് അനുഭവിക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല എന്നുള്ളതിലാണ് വാസ്തവം. അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അവർ ശരിക്കും നമ്മളെ ഒരു കാലഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇവരും വളർന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ കുടുംബാന്തരീക്ഷം ഭയങ്കര നന്നാവുള്ളൂ ഈ മക്കൾ കൂടുതലുള്ളതിൻ്റെ അനുസരിച്ച്. അതുപോലെ ദശാംശം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പം എല്ലാവരും ദശാംശം കൊടുക്കണം, അപ്പോൾ 10% ദശാംശം കൊടുക്കണം എന്നുള്ളതൊരു കണക്കാണ്. അപ്പോൾ എല്ലാവരും ഓർക്കും 10% കൊടുക്കേണ്ടത്. 10% എന്നൊന്നുമില്ല. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ കൊടുക്കുന്ന അളവിലാണ് ദൈവം നമുക്ക് തിരിച്ചു തരുന്നത്. അത് നമ്മളുടെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്കത് ശരിക്കും ബോധ്യപ്പെടും. കാരണം 10% അല്ല, ചിലപ്പോൾ നമുക്ക് സാമ്പത്തികം ഇപ്പം ഒരുപാട് പൈസയുള്ള ഒരാളാ 10% ഒരുപാട് പൈസ കൂട്ടി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് തുക എടുത്ത് കൊടുക്കുമ്പം നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പം നമുക്കൊന്ന് തൊടണം, നമുക്കൊന്ന് വേദനിക്കണം. നമ്മൾ ആ കൊടുത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോൾ മാത്രമേ ആ കൊടുത്തതാവുള്ളൂ. അല്ലാതെ എത്ര സമ്പത്തിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുത്തു എന്ന് ഓർത്ത് നമ്മൾ കൊടുത്തതാവണില്ല. നിസ്സാരം ഒരു ചുരിദാറെങ്കിലും ആ കൊടുത്തത് മൂലം നമുക്ക് മേടിക്കാൻ പറ്റാത്ത നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചു എന്നുണ്ടെങ്കിൽ മാത്രമേ ആ കൊടുത്തതായി തോന്നുള്ളൂ. അല്ലാതെ സമ്പത്തിൻ്റെ ഒരുപാടുള്ളതനുസരിച്ച് കുറച്ച് കൊടുത്തതിലൊന്നുമല്ല. നമ്മൾ ശരിക്കും അറിഞ്ഞു കൊടുക്കുക. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഞങ്ങളത് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ധൈര്യമായിട്ട് ആൾക്കാർ കൊടുത്തോളുക. കാരണം ദൈവം നമ്മുടെ ഇടയിൽ അതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്തു തരുന്നത്. നിങ്ങളിപ്പം 10 വർഷത്തോളമായി വളരെ സന്തോഷപൂർവമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു.
നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ട അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? അതിൽ മക്കൾ എത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നുണ്ട്? കുടുംബജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവപരിപാലനം ഏറ്റവും കൂടുതൽ വേണം. അതിലുപരിയല്ല കുടുംബം, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് മറ്റുള്ളവരുടെ സ്വാർത്ഥരാകാൻ പാടില്ല. അതിനകത്ത് നമ്മുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ ഒരു ഇഷ്ടത്തെയോ വേണ്ടെന്ന് വെക്കാൻ പാടില്ല. ഇത് രണ്ടുപേരും കൂടി ഒരാൾ ചെയ്തില്ലെങ്കിൽ, അപ്പോൾ ഒരു പിള്ളേരെ വളർത്തുന്ന കേസിലാണെങ്കിൽ പോലും, അല്ല പിള്ളേരുടെ കാര്യത്തിലാണെങ്കിൽ പോലും, അത് ഭാര്യ ചെയ്തോളും എന്നോർത്ത് ഭർത്താവ് ചെയ്തോളും എന്നോർത്ത് ഭാര്യയോ മാറി വയ്ക്കാൻ പാടില്ല. രണ്ടുപേരും കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിള്ളേരെ വളർത്തുന്ന കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഓരോ കാര്യങ്ങളും, വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും പോലും ഭാര്യയുടെ പണി മാത്രമല്ല, അത് വേണേൽ ഭർത്താവിനും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പം ഇത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകും. അപ്പം ആർക്കും തോറ്റു കൊടുക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആരും തോറ്റു കൊടുക്കുകയല്ല. എല്ലാവരും അവർ മസിൽ പിടിച്ചിരിക്കും. ഞാൻ പറയുന്നത് ശരി, ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്നുള്ളൊരു സ്ഥിതി ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് മാറ്റിവെച്ച് ഇത് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ കാര്യമാണ് എന്നുള്ളൊരിതിൽ പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പിള്ളേർക്ക് എൻ്റെ പിള്ളേരുടെ എണ്ണം കൂടുതൽ പിള്ളേരുള്ളപ്പോഴും പിള്ളേരെ ഉള്ളപ്പോൾ നമ്മുടെ വേറെ പ്രശ്നം ഉണ്ടാക്കാനോ വേറെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അതിന് പ്രസക്തമില്ല. നമുക്ക് അന്വേഷിക്കാൻ സമയം കിട്ടില്ല. നമ്മൾ കൂടുതൽ സമയം പിള്ളേരുടെ കാര്യങ്ങൾ ഇൻവോൾവ് ആവും. അപ്പം പല കാര്യങ്ങളും അതിൻ്റെ അകത്തൊക്കെ പെട്ടുപോകും. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ രാത്രി ഞങ്ങൾ കിടക്കുമ്പോൾ ഒരു 11-12 മണിയാവും. പിള്ളേരെല്ലാം ഉറക്കി. അപ്പം പിന്നെ അതിൻ്റെ അകത്ത് വഴക്കുണ്ടാക്കാനൊന്നും സമയമില്ല. ഭർത്താവ് ഭാര്യ എന്നുള്ള ഒരു ഞാൻ ഭർത്താവാണ്, ഞാൻ ഭാര്യയാണെന്നുള്ള ഒരു വലിയ പോസ്റ്റൊന്നും ഞങ്ങളുടെ ഇതിലില്ല. ഞങ്ങളുടെ ഒരു ജീവിതം വെച്ച് നോക്കിയാൽ ഇപ്പം അരിശപ്പെടുവാന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ഒരു ഇതിൽ ഞാൻ തിരിച്ചു പറയില്ല. അതായത് നമ്മൾ പറയുന്നതാണ് ശരിയെങ്കിൽ കൂടെയും അവരുടെ ആ ഒരു സമയം നമ്മൾ അവർക്കായിട്ടും കൊടുത്തേക്കാം. അവരരിശപ്പെട്ട് നമ്മളോട് പറഞ്ഞ് തീർന്നതിന് ശേഷം അവർ ശാന്തരാകുമല്ലോ ഒരു 5 മിനിറ്റ് കഴിയുമ്പം. അന്നേരം നമ്മൾ ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുക, അതിങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം അവിടെ ഒഴിവായി കിട്ടും. അതേസമയം നമ്മളും അതേ രീതിയിൽ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം ഒരുപാട് വഷളാവുകയുള്ളൂ. അപ്പം നമ്മളൊക്കെ താഴേണ്ടവിടത്ത് നമ്മൾ ശരിക്കും താഴാൻ പഠിക്കണം. നമ്മൾ ഒതുങ്ങേണ്ടവിടത്ത് നമ്മൾ ഒതുങ്ങാൻ പാടില്ല. ഞാൻ എന്നുള്ള ആ ഒരു വലിയ ഭാവം കുടുംബജീവിതത്തിൽ ഒട്ടും ചേരില്ല. അപ്പം നമ്മൾ താഴേണ്ടടുത്ത് നന്നായി താഴുക. ആ താഴ്ന്നോർത്ത് നമ്മൾ ചെറുതാവുമല്ല, നമ്മൾ നമ്മുടെ കുടുംബത്തെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ താനെ അവർക്കും മനസ്സിലായി തുടങ്ങും ഇത് കുറച്ച് നമ്മുടെ, അല്ലെങ്കിൽ അവർ താഴുന്നതിൽ കാര്യമുണ്ടല്ലേ, നമുക്ക് കുറച്ചുകൂടെ അംഗീകാരം കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. അതുപോലെ എൻ്റെ കാര്യം നിൻ്റെ കാര്യം അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ വലുത് നീ ജോലി, അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങൾ ഒരുപാട് കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുപോലെ അതൊക്കെ ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് ചില സഹനങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഞാനത് ചെയ്യാൻ പാടില്ലെന്നല്ല, നമ്മൾ മാക്സിമം താഴ്ന്ന് നമ്മൾ ചെയ്തോളുക. അപ്പം എളിമപ്പെടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം എനിക്കൊപ്പമാണല്ലോ, ഞാൻ ഒപ്പം എന്നല്ല, ഒരിക്കലും അല്ല, ഒപ്പം തന്നെയാണ്. എന്നാൽ ഒരിച്ചിരി നമ്മളൊന്ന് കുനിഞ്ഞ് നിന്ന് കൊടുത്താൽ നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായി. കാരണം അവരും നമ്മളെ കൂടുതൽ കെയർ ചെയ്യാൻ തരും. അവരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലേ ബഹുമാനിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അവരും നന്നായി നമ്മളെ കെയർ ചെയ്യും. അത് ചെയ്യാതെ ഇങ്ങനെ തർക്കിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അതിനെതിരെ ശാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളപ്പോഴാണ് ഈ താളപ്പിഴകൾ ഒരുപാട് ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പിണങ്ങിയിരിക്കുക, വഴക്കുണ്ടാക്കി മിണ്ടായി, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ വളരെയധികം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അമ്മയുടെ പിള്ളേരെ ആണെങ്കിലും പഠിപ്പിക്കുക, കുഞ്ഞീശയെ നോക്കിയ പോലെ അമ്മയെ ഞങ്ങളെ നോക്കണേ, അവരിന്നും അത് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സാമീപ്യം ഞങ്ങൾക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഞങ്ങൾ കൊന്ത ചെല്ലുമ്പോഴാണേലും എപ്പോഴും പരിശുദ്ധ അമ്മയിൽ എല്ലാം ഭരമേൽപ്പിച്ചാണ് ഞങ്ങൾ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൃപ വളരെയധികം ഉള്ളതുകൊണ്ടും എളിമ എന്നുള്ള എളിമ എന്ന പരമപുണ്യം തരണം എൻ്റെ അമ്മ എന്നൊരു പാട്ടുണ്ട്. അത് ഞാനും എപ്പോഴും പാടാറുണ്ട്. എൻ്റെ പെൺമക്കളെ ഞാനത് എപ്പോഴും ഇപ്പോഴേ അത് പാടി. കാരണം എളിമപ്പെടാനാണ് ഇപ്പം എല്ലാവർക്കും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമ്മൾ എളിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയും നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് ജീവിതത്തിലും ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ ഫാമിലിയാണ് എല്ലാവർക്കും ആഗ്രഹം. ന്യൂക്ലിയർ ഫാമിലിയെ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ജനറേഷനോട് കൂടുതൽ മക്കളുള്ള ബിഗ് ഫാമിലിയുടെ ബെനിഫിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഉച്ച കഴിഞ്ഞല്ല വൈകിട്ടായാലും എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് വീട്ടിലെത്താന്നുള്ളതാണ്. കാരണം വീട്ടിലെത്തി കഴിയുമ്പോൾ പിള്ളേരുടെ കൂടെ ഇരിക്കാനും പിള്ളേരുടെ സ്നേഹവും സന്തോഷം കാണുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിഷമവും ടെൻഷനും ഒക്കെ മാറിക്കിട്ടും.
അപ്പോൾ ഇത്രയും പിള്ളേർ ഇപ്പോൾ 4 പേരുണ്ട്, 5 പേര്, 6 പേരായാലും അത്രയും സന്തോഷം കൂടുക നമ്മൾ ചെയ്യുന്നത്. കാരണം അവർ അത്രയും പേരുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുക. അപ്പോൾ പിന്നെ അതിൽ 1-2 കുട്ടികളായിരുന്നു ചിലപ്പോൾ നമുക്ക് വേറെ പല പെട്ടെന്ന് വൈകിട്ട് വീട്ടിൽ വരണമെന്നുള്ള ആഗ്രഹമൊന്നും വരില്ല. കാരണം 2 പേരല്ലേ ഉള്ളൂ. ഇതിപ്പോൾ 4 പേരാകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ അവർ നമ്മളോട് കളിക്കുന്നു, നമ്മുടെ കൂടെ കിടക്കുന്നതും കാണും എല്ലാം ആ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി തന്നെ നമ്മൾ നേരത്തെ വീട്ടിലെത്തും. അപ്പം ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ അവർ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള കൺസെപ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നവർ അവരുടെ പേടി കൊണ്ടാണ്. കാരണം അവർക്ക് അവരുടെ സമയമില്ല. പിന്നെ അവരുടെ സമ്പത്ത് ഈ കൊച്ചി 2 പേർക്ക് കൂടിപ്പോയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ അതിനൊന്നും ഒരു സ്ഥാനമില്ല. അതൊക്കെ നമ്മുടെ മാനുഷികമായ ചിന്തകൾ കൊണ്ട് നമുക്ക് തോന്നുന്ന ഓരോ മിഥ്യാധാരണകളാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കുട്ടികളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഒരു കുടുംബം തകർന്നു പോയിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സമ്പത്തുമൊക്കെ ദൈവം തന്നോളും. കുട്ടികൾ കൂടുതലുള്ളപ്പം അവർക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെറുപ്പം മുതലേ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറും. അപ്പം സ്വാർത്ഥത കുറവുള്ള കുട്ടികളായിരിക്കും. ഇപ്പം ഞങ്ങളുടെ കുട്ടികളാണെങ്കിലും സ്കൂളിൽ നിന്ന് ഒരു മുട്ടായി കിട്ടിയാൽ സ്വീറ്റ് കൊണ്ടുവന്നാൽ അവരത് വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ 6 ആയിട്ട് അവരത് മുറിക്കും. ഒരു സ്വീറ്റിനെ അവർ 6 ആയിട്ട് മുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തരും. അവർ സ്കൂളിൽ വെച്ച് ആരും കഴിക്കില്ല, ഒക്കെ പാത്ത് വെച്ച് വീട്ടിൽ വന്നിട്ട് അവരെല്ലാവർക്കും ഷെയർ ചെയ്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴേ ചെറുപ്പത്തിലേ അവർ ആ ഷെയറിങ് ചെയ്യണം, അല്ലെ മറ്റുള്ളവർക്ക് കൊടുക്കണം, ചേച്ചിക്ക് കൊടുക്കണം, അപ്പം അമ്മയ്ക്ക് കൊടുക്കണം, അങ്ങനെ ഒരു ചിന്തയിലാണ് അവൾ വളരുന്നത്. അപ്പം മുമ്പോട്ട് അവർ വലുതാകുന്നതനുസരിച്ച് അവർക്ക് സ്വാർത്ഥത കുറയാനാണ് സാധ്യത. അപ്പം സ്വാർത്ഥത കുറഞ്ഞ ഒരു തലമുറയെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിലേ അത് സാധിക്കത്തുള്ളൂ. 1-2 കുട്ടികളുടെ ഇടയിൽ അവർക്ക് അത്ര ഇതിൻ്റെ ഒരു ആവശ്യവും അല്ലെങ്കിൽ ഈ ഷെയർ ചെയ്യേണ്ടതോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമൊന്നും അവർ വരുന്നില്ല. പിന്നെ ഈ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മൂത്ത ആൾ പറയും അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്, നീ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ തന്നെയാണ് അവരെ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മൂത്ത ആളോടല്ലേ ഏതൊരാളോട് പറഞ്ഞാൽ അടുത്ത ആളത് ചെയ്യുമ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവരവരോട് പറയും അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഗാർഡിയനായിട്ട് എപ്പോഴും കൂടെ ഈ മറ്റുള്ളവർ കുഞ്ഞുങ്ങൾ കാണും. അതുപോലെ തെറ്റിലേക്കാണെങ്കിലും പോകുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ അടുത്ത ആൾ വന്ന് വീട്ടിൽ വന്ന് പറയും, അല്ലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇച്ചിരി പേടിയുണ്ട്. അവരെന്ത് കുസൃതി കാണിച്ചാലും അത് നമ്മൾ അറിയുമെന്നറിയാം, ആരെങ്കിലും വീട്ടിൽ വന്ന് പറയുന്നറിയാം. അപ്പം ഈ കുസൃതി കാണിക്കുമ്പോഴും തെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ടെൻഡൻസി കുറഞ്ഞ് വരുന്നുണ്ട് ഈ കുട്ടികൾക്ക്. അപ്പം ഒരു നല്ല സ്വാർത്ഥതയില്ലാത്ത നല്ലൊരു തലമുറ ഭാവിയിൽ നമുക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് കൂടുതൽ മക്കളുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു നല്ല തലമുറേനെ നമുക്ക് കിട്ടത്തുള്ളൂ. സമ്പത്തിന്റെ പുറകെയുള്ള യാത്രയിൽ ജീവിക്കാൻ മറന്നു പോകുന്ന യുവതലമുറയ്ക്കുള്ള ഒരു ഉത്തരമായിരുന്നു ഇന്നത്തെ കൃപയുടെ വഴികളിലൂടെ നമുക്ക് ലഭിച്ചത്. സമ്പത്തിനോടൊപ്പം കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ ദാനമാണെന്നും വലിയ കുടുംബം സന്തുഷ്ട കുടുംബമാണെന്നും തിരിച്ചറിഞ്ഞ ഈ ബിസിനസ് കുടുംബം ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കൃപയുടെ വഴികൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കൂടുതൽ കൃപകൾ ഒഴുകുന്ന മറ്റൊരു വഴിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.